ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ട്രീയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ. അതിൻ്റെ ഇലകരിയൽ രോഗത്തെക്കുറിച്ചൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീ, അരക്കേറിയ ക്രിസ്മസ് ട്രീ, ട്രയാങ്കിൾ ട്രീ എന്നൊക്കെയാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ മരം ഒരുപാട് ഉയരത്തിലും നല്ല വണ്ണത്തിലുമാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ ഊട്ടി, കൊടൈക്കനാൽ അങ്ങോട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ പൈൻ മരങ്ങളുടെ കൂട്ടത്തിൽ ഈ മരവും നിൽക്കുന്നത് കാണാം. നമ്മൾ പൊതുവേ ചിലപ്പോൾ പൈൻ മരമെന്ന് ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല കരിയും, ഇതിൻ്റെ സൈഡ് വെച്ച് കരിയുകയും പിന്നെ വണ്ടുകൾ ഞറുക്കി പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഈ ഇലയ്ക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് വീട്ടുമുറ്റത്തേക്ക് നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. ഇതിൻ്റെ ഒരു തണ്ട് തന്നെ എന്ന് വെച്ചാൽ ഒരു ഇല, ഒരു നീളത്തിനുള്ള ഒരു ഇല കട്ട് ചെയ്ത് അത് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ചാലും അവിടെ വെച്ച് വേര് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉയരത്തിലും മണ്ണത്തിലുമാണ് പോകുന്നത്. നമുക്കിത് കോതി വിട്ടാൽ അത്ര ഭംഗി കാണില്ല, കാരണം ഇത് പന്തലിച്ച് ഒരുപാട് ശിഖരങ്ങളായിട്ട് വരുമ്പോൾ ഇതിന് നല്ല ഭംഗി കാണില്ല. ഒരു മീഡിയം സൈസിൽ ഇതിനെ വളർത്തുമ്പോഴാണ് ഇതിനെ കാണാനൊക്കെ നല്ല ഭംഗി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ രീതിയിൽ ഇല ഇവിടെ വെച്ച് കൊഴിഞ്ഞു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില വണ്ടുകളും പ്രാണികളും വന്ന് കടിച്ച് നശിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ തണ്ടുകൾ കരിഞ്ഞു പോകുമ്പോൾ ഇതിനൊരു ഭംഗി കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇനി നമുക്കൊരു പാത്രമെടുത്ത് അതിലേക്ക് ഒരു 3 തുള്ളി ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും എടുക്കാം. ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഡെറ്റോളിനെ ഒരു പാത്രത്തിലേക്ക് 3 തുള്ളി ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു കോട്ടണിൽ മുക്കി നമുക്ക് ഈ ചെടികളുടെ ഇല കരിഞ്ഞ ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 4 ദിവസമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തണലുള്ള സമയത്ത് മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. വെയിലത്തോ അല്ലെന്നുണ്ടെങ്കിൽ മഴയത്തോ ചെയ്യാൻ പാടില്ല. തണലുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു 4 ദിവസം ചെയ്തു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുതിയ ഇലകളൊക്കെ കളരിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.